യെസ്, സലീം മടവൂർ. ഞാനേ ഇവിടെ ഇന്ന് ഞാൻ കരുതിയത് സത്യസന്ധമായിട്ട് പറയാണ്. ഇന്ന് ഞാൻ കരുതിയത് BJP തിരുവനന്തപുരത്ത് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഇതുപോലെ ഒരു ആഘോഷ പരിപാടി നടത്തില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം BJPയുടെ ഏറ്റവും സമുന്നതയായ നേതാവ് അഹല്യ ശങ്കർ അവർ ഇന്നത്തെ പോലെ ചാക്കിൽ കാശ് കൊണ്ടുവന്ന് സ്ഥാനാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്ന കാലഘട്ടത്തിലല്ല അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. ഇന്നത്തെ പോലെ അത് ശരിയല്ല. ചാക്കില് കാശ് കൊണ്ടുവന്ന് സ്ഥാനാർത്ഥികൾ വിതരണം ചെയ്യുന്നതൊക്കെ പറയുന്നത് ശരിയല്ല. ആ പരാമർശം നല്ലതല്ല. അതെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അങ്ങനെയാണ് ആര് കൊടുത്തു എന്ന് കൂടെ പറയണം. അല്ല, അത് കണ്ടല്ലോ നമ്മൾ കൊടകരയിൽ പിടിച്ചല്ലോ. അപ്പൊ ബെസ്റ്റ് ഇതൊക്കെ അനാവശ്യമായി. അതെ, എന്നിട്ട് BJP നേതാക്കന്മാര് പ്രതികളായോ? ഇല്ലല്ലോ, നിങ്ങളുടെ പോലീസല്ലേ അന്വേഷിച്ചത്? അല്ലെ, അതെ, അന്വേഷിച്ച് പിടിക്കല്ലോ. ED അതിൽ പിടിക്കണ്ടല്ലോ ജി, കാരണം അദ്ദേഹത്തിന് ആവശ്യം അതാണ്. അതെ അതെ, ഓക്കെ, ആ വിഷയത്തിലേക്ക് ചർച്ച പോകണ്ട. അത് വിടാം. അദ്ദേഹത്തിന് ആവശ്യം അതിലേക്ക് കൊണ്ടുപോകാന്നുള്ളതാണ്. വേണ്ട, അല്ല, ആയിക്കോട്ടെ. അപ്പൊ അത് വിടാം. നിങ്ങൾ BJP രാഷ്ട്രീയത്തിലോട്ട് വരും. ഞാൻ അങ്ങോട്ട് തന്നെ വരുന്നത്. അപ്പൊ ഇന്ന് അവരോടൊരു ദുഃഖസൂചകമായിട്ട് ആഘോഷം മാറ്റിവെക്കുന്നു ഞാൻ വിചാരിച്ചു. ഒരു അല്പം ഇത് കാണിക്കാമായിരുന്നു. ഒരു ദുഃഖസൂചകമായിട്ട് 3 ദിവസം സാധാരണ ഏത് രാഷ്ട്രീയ പാർട്ടിയും 12 തെരഞ്ഞെടുപ്പില് കയ്യിൽ നിന്ന് കാശ് ചെലവാക്കി കഠിനാധ്വാനം ചെയ്ത് BJP പ്രവർത്തനം നടത്തിയ വലിയൊരു നേതാവ് മരിച്ച് അതിന്റെ പിറ്റേ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് നടത്താം, ഓക്കെ. പക്ഷെ അതിന്റെ ആഘോഷവും തിരുവനന്തപുരത്ത് ആഫീസിൽ മധുരവിതരണവും ആഘോഷവും ഒക്കെ നടത്തുന്നത് കണ്ടപ്പോൾ അത് മറ്റൊരു പാർട്ടി സാധാരണ നിലക്ക് ചെയ്യാത്ത കാര്യമാണ്. ദുഃഖസൂചകമായി 2-3 ദിവസം ഔദ്യോഗിക പരിപാടികൾ മാറ്റി വെക്കാറുണ്ട്, മറ്റു പരിപാടികളൊക്കെ. ഇന്ന് അത് ഉണ്ടായില്ല എന്നുള്ളത് എന്നെ ദുഃഖിപ്പിക്കുന്നു. അവരോട് അല്പം ആദരവ് കാണിക്കാമായിരുന്നു. കാരണം നിസ്വാർത്ഥമായി എനിക്ക് തോന്നുന്നു അവര് 12 തെരഞ്ഞെടുപ്പുകളിൽ ബേപ്പൂരിൽ തന്നെ 3, കോഴിക്കോട് മത്സരിച്ച്, കൊയിലാണ്ടി മത്സരിച്ചു. ശങ്കറിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തിയ ശേഷമാണ് അദ്ദേഹം വേദിയിലേക്ക് വന്നത്. ഇപ്പോ സ്ക്രീനിൽ നോക്കിയാൽ മതി. സലീം മടവൂർ അദ്ദേഹം പുഷ്പാർച്ചന നടത്തുന്നു. അതിനുശേഷമാണ് അദ്ദേഹം വേദിയിലേക്ക് വന്നത്. അല്ല, അതൊക്കെ ശരി. അങ്ങനെയല്ലേ സാധാരണ ദുഃഖസൂചകമായിട്ട് 2-3 ദിവസം ഔദ്യോഗിക പരിപാടി. എനിക്ക് ഞാൻ മറുപടി പറയാം. സലീമിന് ഞാൻ മറുപടി പറയാം. അല്ല, ഇടക്ക് മറുപടി സംസാരിച്ചല്ലേ, ഞാൻ പറഞ്ഞു തീർന്നിട്ട് നിങ്ങൾക്ക് പറയാം. ഞാൻ എന്റെ കാര്യം പറഞ്ഞു. 2, BJPയിൽ നിന്ന് നടന്ന തെരഞ്ഞെടുപ്പ് എന്ത് തെരഞ്ഞെടുപ്പാ? സംസ്ഥാന കമ്മിറ്റി ഒരാളെ പറഞ്ഞാൽ അയാൾ മാത്രം നോമിനേഷൻ കൊടുക്കും, അയാൾ സ്ഥാനാർത്ഥിയായി വരും, അയാൾ ജയിക്കും, അയാളെ പ്രഖ്യാപിക്കും. ആയിക്കോട്ടെ, ഇത് എന്താ പറയുക, ഒരു ഡിക്റ്റേറ്റഡ് ഡെമോക്രസി എന്ന് പറയാം. അതായത് മേലെ നടിച്ച് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിങ്ങൾ എപ്പോഴും കുറ്റം പറയല്ലോ. അതിൽ പരസ്യമായ തെരഞ്ഞെടുപ്പും വോട്ടിങ്ങും ഒന്നും ഇല്ല, തെരഞ്ഞെടുപ്പ് സംവിധാനം കുറ്റമറ്റതല്ല എന്നൊക്കെ. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് എന്താണ്? നിങ്ങളുടെ കമ്മിറ്റി ഒരാളെ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ്, നിങ്ങളൊരു സ്ഥാനാർത്ഥിയെ തരും, അയാളെ നോമിനേഷൻ കൊടുത്ത് അയാളെ വിജയിയായി പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പ്. നാണക്കേടല്ലേ ഇത്? ഇത് ഒരു ഇന്ത്യൻ ജനാധിപത്യത്തിന് അതിന് അപമാനമല്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ തീരുമാനിച്ച ആള് മാത്രം നോമിനേഷൻ കൊടുക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് എന്തുകൊണ്ട് BJPയിലെ സംസ്ഥാന കൗൺസിലിൽ അംഗങ്ങൾക്ക് നോമിനേഷൻ കൊടുത്ത് ഭൂരിപക്ഷമുള്ളവൻ വരട്ടെ? ജനാധിപത്യമല്ലേ? എന്തുകൂടെ ആ സൗകര്യം നിങ്ങൾ കൊടുത്തുകൂടാ? VV രാജേഷിന് മത്സരിക്കാനുള്ള അവകാശമല്ലേ? MT രമേശിന് മത്സരിക്കാൻ സ്വാതന്ത്ര്യമല്ലേ? ശോഭാ സുരേന്ദ്രന് മത്സരിക്കാൻ സ്വാതന്ത്ര്യമല്ലേ? ഇവർക്കൊക്കെ നോമിനേഷൻ കൊടുക്കാമല്ലോ. നോമിനേഷൻ കൊടുത്ത് അതേപോലെ രാജീവ് ചന്ദ്രശേഖർ കൊടുക്കട്ടെ. കേരളത്തിലെ BJPയുടെ പ്രവർത്തകർക്കിടയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന സംസ്ഥാനത്തെ കൗൺസിലർമാർ വോട്ട് ചെയ്ത് ഏറ്റവും ഭൂരിപക്ഷമുള്ള ആള് പ്രസിഡന്റായി വരട്ടെ. എന്താ നിങ്ങൾക്ക് ഭയപ്പാട്? എന്തുകൊണ്ട് ആ സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുക്കുന്നില്ല? എന്ത് യുനാനിമസ് ആണ്? നിങ്ങൾ എന്തെങ്കിലും നോക്കട്ടില്ലേ? മറ്റൊരാൾക്ക് നോമിനേഷൻ കൊടുക്കാനുള്ള അവസരം കൊടുക്കില്ല. നിങ്ങൾ കേന്ദ്ര കമ്മിറ്റി, BJPയുടെ കേന്ദ്ര കമ്മിറ്റി അങ്ങനെ അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രതിഷേധിച്ചോ? ഏതെങ്കിലും ഒരു നേതാവ് പേടിച്ചിട്ട് നിങ്ങൾ പുറത്താക്കൂലേ? ഏതെങ്കിലും നേതാവ് പ്രതിഷേധിച്ചോ? പുറത്താക്കലൊക്കെ പിന്നെയല്ലേ അതിപ്പോ ഞാൻ ചോദിക്കട്ടെ, അതിപ്പോ സലീം മടവൂരിനെ വിളിച്ചു പറഞ്ഞോ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ അവരനുവദിച്ചില്ല എന്നാരെങ്കിലും പറഞ്ഞതായിട്ട് എന്തെങ്കിലും? ഞാൻ മനസ്സിലാക്കിയിടത്തോളം പലർക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അവർക്ക് മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു, അവർ മത്സരിക്കട്ടായിരുന്നു. എന്തിനാ നിങ്ങൾ തടയുന്നത്? നിങ്ങൾ ഇത് ഒരു ഡിക്റ്റേറ്റഡ് ഡെമോക്രസി എന്ന് പറയാം. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തെരഞ്ഞെടുപ്പില്ല, ജനാധിപത്യമില്ല എന്ന് പറയുന്ന ആളുകൾ സ്വന്തം പാർട്ടിയിൽ ഒരാൾക്ക് മാത്രം നോമിനേഷൻ കൊടുത്ത് അയാളെ വിജയിയായി പ്രഖ്യാപിച്ച് അയാൾ അവരോധിക്കുന്നു. ഇനി ഞാൻ ഒന്നാമത്തോടെ കഴിഞ്ഞു. 2 ഞാൻ ചോദിക്കട്ടെ, 3 ഈ BJPയില് ഈ സംസാരിക്കുന്ന BV രാജേഷിനോട്, അദ്ദേഹം BJPയോട് എനിക്ക് രാഷ്ട്രീയമായ വ്യത്യാസമുണ്ട്, വ്യക്തിപരമായി എനിക്ക് ബഹുമാനമാണ്. എനിക്ക് എല്ലാവരോടും ബഹുമാനമാണ്. ഞാൻ ഇന്ന് അഹല്യ ശങ്കറിന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ എല്ലാ BJPയുടെ ധാരാളം പ്രവർത്തകരായിട്ട് വ്യക്തിപരമായി നല്ല സൗഹൃദമാണ്. രാഷ്ട്രീയമായിട്ട് എതിർക്കും. അത് എന്റെ നിലപാടാണ്.
വ്യക്തിപരമായി എനിക്ക് എല്ലാവരോടും ബഹുമാനമാണ്. എനിക്ക് MT രമേശിനോട് വലിയ ആദരവാണ്. കാരണം അദ്ദേഹമൊക്കെ ചെറിയ കാലത്ത് യുവമോർച്ചയ്ക്ക് ഒരു അഡ്രസ്സ് കേരളത്തിൽ യുവമോർച്ചയ്ക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാക്കിയ ആളാണ്. അദ്ദേഹം പ്രസിഡന്റായി വരുന്ന ഉള്ളിൽ എനിക്ക് ഭയപ്പാടുണ്ട്, BJP വളർന്നു പോവുമോ, അദ്ദേഹത്തെ പോലെയുള്ള സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ആളുകൾ BJPയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നാലേ ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് ദോഷം ചെയ്യുമെന്ന് ഭയപ്പെട്ട ഒരാളാണ്. പക്ഷേ നല്ല കാര്യത്തിന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഞങ്ങളുടെ ഐശ്വര്യം. കാരണം അദ്ദേഹത്തെ കൊണ്ടുവന്നു ഒരു ABVPയുടെ ഒരു സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? എവിടെന്നെങ്കിലും ഈ BV രാജേഷ് അടി കൊണ്ടതുപോലെ എവിടെന്നെങ്കിലും അടി കൊണ്ടിട്ടുണ്ടോ? BV രാജേഷ് ഒക്കെ BJPക്ക് വേണ്ടി അധ്വാനിച്ചതുപോലെ അധ്വാനിച്ചിട്ടുണ്ടോ? ഇവരൊക്കെ നല്ല സ്കൂളുകളിൽ, അദ്ദേഹം എന്ന് പറയുന്നത് എന്താണ്, ഞാൻ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ, ഞാൻ ഇങ്ങനെ പബ്ലിക് സ്കൂളുകളിൽ പഠിച്ചു. ഈ സമയത്ത് ചോദിച്ചില്ലെങ്കിൽ അതിന്റെ പ്രസക്തി പോവും. നിങ്ങളുടെ RJD സംസ്ഥാന അധ്യക്ഷൻ ആരാ? അതേ എത്ര സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, എത്ര അടി വാങ്ങിയിട്ടുണ്ട്, ഞാൻ പറയട്ടെ, എനിക്ക് പറഞ്ഞിട്ട് സമയത്താണ്. RJDയുടെ സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേംസ്കാർ കേരള വിദ്യാർത്ഥി ജനതയുടെ ദേവഗിരി കോളേജിൽ അതിന്റെ ഭാരവാഹിയായിരുന്നു. അദ്ദേഹം യുവജനതാദളിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് എത്ര സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, എത്ര അടി വാങ്ങിയിട്ടുണ്ട്, എത്ര കേസുകൾ അദ്ദേഹത്തിനെതിരെയുണ്ട്? യുവജനതയുടെ ധാരാളം സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു. എത്ര ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്? താങ്കൾ ഇതൊക്കെയാണല്ലോ മാനദണ്ഡമാക്കുന്നത്. അല്ല, ഒരു പാർട്ടിയുടെ, രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആവണമെങ്കിൽ അല്ല, ഇതൊക്കെയാണല്ലോ ക്രൈറ്റീരിയ. താങ്കൾ തന്നെ പറഞ്ഞാണ് ക്രൈറ്റീരിയ. MV ശ്രേയാംസ്കുമാറിനുണ്ടോ? ഉണ്ട്. ഞാൻ പറഞ്ഞു കേട്ടില്ല. MV ശ്രേയാംസ്കുമാർ കേരള വിദ്യാർത്ഥി ജനതയുടെ ദേവഗിരി കോളേജിൽ ഭാരവാഹിയായിരുന്നു. അദ്ദേഹം യുവജനതാദളിന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട്. ഞാൻ അന്ന് സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം പാർട്ടിയുടെ വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറിയായി, പിന്നീട് ജില്ലാ പ്രസിഡന്റായി. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് വളർന്നു വന്നത്. ഘട്ടം ഘട്ടമായിട്ട് തന്നെയുമല്ല, ഞാൻ പറയട്ടെ, തികച്ചു കേൾക്കൂ. ഞാൻ മാധ്യമ പ്രവർത്തനം തുടങ്ങിയിട്ട് ഒരു 17 വർഷമായി. ഈ MV ശ്രേയാംസ്കുമാർ താങ്കൾ പറഞ്ഞ പദവികൾ ഒക്കെ വഹിച്ചിട്ടുണ്ടെന്നൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. താങ്കൾ പറയുമ്പോൾ ഞാൻ അറിയുന്നത് കേട്ടോ. നിങ്ങൾ ഇപ്പോഴും അറിയാം. നിങ്ങൾ നേരത്തെ ബ്രാൻഡ് ചെയ്തുകൊണ്ടാണ്. അനിൽ നമ്പ്യാർ ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഞങ്ങളുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്, മെമ്പർഷിപ്പ് വർക്ക് നടക്കുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ഇരിക്കുന്ന സലീം മടവൂരിന് തോന്നുകയാണ്, എനിക്കൊന്ന് മത്സരിക്കണം, ഒരു തടസ്സവും നോമിനേഷൻ കൊടുക്കാം. ശ്രീ MP വീരേന്ദ്രകുമാർ പ്രസിഡന്റ് സ്ഥാനത്തെ മത്സരിച്ചപ്പോഴും എതിരായിട്ട് നോമിനേഷൻ കൊടുത്തു, മത്സരം നടന്നു, ആളുകൾ കൊടുത്തു, വോട്ട് കിട്ടിയില്ല, തോറ്റു. അത് വേറെ കാര്യം. അതുകൊണ്ടൊന്നും നടപടി ഉണ്ടാകാൻ പോകുന്നില്ല. ശ്രീ സാക്ഷാത് ചന്ദ്രശേഖർ പണ്ട് ജനതാ പാർട്ടിയുടെ പ്രസിഡന്റായി മത്സരിച്ചപ്പോ സുബ്രഹ്മണ്യം സ്വാമി അഗ്നിവേശം മത്സരിച്ചു. ഇതൊക്കെ ജനാധിപത്യമാണ്. എല്ലാവർക്കും മത്സരിക്കാൻ അവസരം കൊടുക്കണം. എതിരാളികൾ മത്സരിക്കട്ടെ. ഇവിടെ ഒരാൾ മാത്രമേ ഇതെന്ത് ജനാധിപത്യമാണ്? നമുക്ക് VV രാജേഷോട് ചോദിക്കാം, അദ്ദേഹത്തിന്റെ മറുപടി വരട്ടെ. VV രാജേഷ്, വലിയ വേവലാതിയിലാണ് സലീം മടവൂർ. BJP അദ്ദേഹം ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. BJP ഇനിയും വളരണം. ഇനി അതിന് വളരെ പ്രാപ്തിയുള്ള, അതായത് താഴെത്തട്ടിൽ നിന്ന് തന്നെ പ്രവർത്തിച്ചു വന്ന നേതാക്കന്മാർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാവണമെന്ന ഒരു ആഗ്രഹമായിരുന്നു സലീം മടവൂരിന്. പക്ഷേ അതുണ്ടായില്ല. അതിലുള്ള വേണ്ടത് സാധാരണ BJP പ്രവർത്തകർ പലരും എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. യെസ്